മുഹമ്മദ് റിയാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അതൊന്നും എനിക്ക് വേണ്ട. കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരെ കാര്യം ഞാൻ പറഞ്ഞത്. പേഷ്യന്റിനൊന്നും വിളിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ജില്ലാ കളക്ടറോടാണ് കഴിഞ്ഞ തവണയൊക്കെ ചെയ്ത തെറ്റാണോ? മുഹമ്മദ് റിയാസ് ഫോണിൽ ആളുകളെ വിളിച്ച് സംസാരിച്ച് ആത്മവിശ്വാസം നൽകുന്ന തെറ്റാണ് അവിടുത്തെ നാട്ടിലെ ജനങ്ങളെ. അല്ല, കണ്ടെയ്ൻമെന്റ് സോൺ എന്നുള്ള പ്രഖ്യാപിക്കാത്തതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതാ പറഞ്ഞത്. അല്ല, ഞാനിപ്പോ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഈ കൺട്രോൾ റൂമിലെ നിങ്ങൾ ഈ രോഗം ഇതിന് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ആത്മവിശ്വാസം നൽകുന്ന പ്രവർത്തനത്തിൽ ഒരു MLAക്ക് ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ? ഒരാളെ പോലും വിളിക്കാൻ അപ്പൊ സാധാരണ കഴിഞ്ഞ തവണയൊക്കെ ചെയ്യാറുണ്ടല്ലോ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് ജനപ്രതിനിധി നോക്കാൻ ചെയ്യാറുണ്ടല്ലോ. അല്ല, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അല്ലെങ്കിൽ ഞാനിവിടെ ഒന്ന് ഇരിക്കുകയല്ല. അപ്പൊ ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്കണം. ഞാൻ ഒന്നോ രണ്ടോ ആളെ വിളിച്ച് നിങ്ങൾക്ക് ധൈര്യത്തിൽ നിൽക്കണം, സർക്കാർ കൂടെയുണ്ട്, ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കണമെന്ന് പറയുന്നത് ഗുണമല്ലേ? ഈ സംവിധാനത്തിന് ഗുണമല്ലേ? അല്ല, തിരിച്ചല്ലല്ലോ പറയുന്നത്. ഇതെന്തിനാ മറച്ചു വെക്കുന്നത്? അല്ല, നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഓക്കെ. അല്ല, കലക്ടർ പറയുന്ന ആരോഗ്യ വകുപ്പിൽ നിന്നും അങ്ങനെ വേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഞാനിതിൽ വളരെ സിമ്പിളായിട്ട് ചോദിക്കുക നിങ്ങളോട്. ഇത് സുതാര്യമാണല്ലോ. ഇത് രോഗിയെ വിളിക്കലല്ല. രോഗിയെ വിളിച്ചിട്ട് പറയാൻ ഞാൻ ആരോഗ്യ വിദഗ്ധനൊന്നല്ല. ഒരു ജനപ്രതിനിധിക്ക് ഒരു സാമൂഹിക പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നതാണ് ഈ സംവിധാനത്തിന് ധൈര്യം കൊടുക്കുക. ഈ സംവിധാനത്തിന് ധൈര്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മളെല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ട് എന്ന് ഒരു 3-4 ആളെടുത്ത് ഞാൻ പറഞ്ഞില്ലെങ്കിലും അവർ പറയുന്നൊന്ന് കേൾക്കാനെങ്കിലും അനുവദിക്കണ്ടേ? അതിലെന്താ തെറ്റ്? അപ്പൊ നിങ്ങൾ അത് പറയുന്നതിൽ മുകളിൽ നിന്ന് അങ്ങനെ കൊടുക്കേണ്ടില്ല എന്ന് ഇതിലൊക്കെ എങ്ങനെ കക്ഷി രാഷ്ട്രീയം നോക്കണോ? ഈ രോഗിയുടെ മണ്ഡലത്തിലെ MLA കൂടിയാണ്. ഞാനിവിടുത്തെ MLA അല്ലേ? നിർബന്ധമായിട്ട് താഴത്തുനിന്ന് ഇങ്ങോട്ട് വിളിക്കുകയല്ലേ നമ്മളെ? അല്ല, അത് അറിയണം. അതിന്റെ വിവരമാണ് അറിയേണ്ടത്. കൺട്രോൾ റൂമിൽ കയറാൻ പോലും സമ്മതിക്കില്ല. ഇന്നലെ കൺട്രോൾ റൂമിൽ കയറി അതിന്റെ എണ്ണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ചോദിച്ചു, ഇത് സാധാരണ നമ്മൾ ആ പ്രദേശത്തുള്ള ഈ പരിധിയിൽ വരുന്ന ആളുകളെ വിളിക്കാറുണ്ട് പറഞ്ഞാൽ അത് മുനിസിപ്പാലിറ്റി ഭാഗമുണ്ട്. നേരത്തെ കഴിഞ്ഞ നിപ്പ വന്ന സമയത്ത് പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും ചേർന്നുകൊണ്ട് വിളിക്കാറാണ്. അപ്പൊ കൺട്രോൾ റൂമിൽ കഴിഞ്ഞ തവണയൊക്കെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അത് പകർത്തേണ്ടവർ പകർത്തിയിട്ടുണ്ട്. ഇത് വേറെ മോശമാക്കും. നിങ്ങളെ തന്നെ വിഷ്വലിൽ വന്നല്ലേ, ഇത് രഹസ്യമായിട്ട് വെക്കണ്ടല്ലോ. ഇപ്പൊ എത്ര പേരെ വിളിച്ചു? അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? ഒരു MLA നിങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേന്ന്?